and Production Control Edakramam, Prasanna and Rita Kumari. The name sponsored by my Pedisuri Ammavan and Food and Accommodation my Rensi Ramesh. Mashallah, Yendora Munjatil would indicate Tata is a നന്നായിട്ടുണ്ട്. നമ്മളൊക്കെ എന്തോര മേക്കപ്പ് രാവിലെ തൊട്ട് ഇട്ടതാണ്. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി ഇവരെയൊക്കെ കണ്ടപ്പോ. ശരിക്കും നിങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ പ്രണയ വിവാഹം എന്നൊക്കെ പറയണത് ഏതാണ്ട് ഇലക്ഷൻ പോലെയാണ്. ഈ പ്രേമിച്ചു കിടക്കുന്ന കാലത്ത് സപ്ലൈകോന്റെ സാധനങ്ങളുടെ ലിസ്റ്റ് പോലെ ഇവന്മാര് കുറെ വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ ഏതാണ്ട് വളഞ്ഞു കഴിയുമെന്ന് മനസ്സിലായ കുറെയൊക്കെ ലംഘിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞാലാ ഇതെല്ലാം സ്ഥാനാർത്ഥികളെ പോലെ അങ്ങോട്ട് മറന്നു പോകും. പിന്നെ വിതിലത്തിലെ ലാലേട്ടനും ആകും. പക്ഷെ അമ്മച്ചിയാണ് എന്റെ മാപ്പിള അങ്ങനെയേ അല്ല. പുള്ളിക്കാരൻ എന്റെ അടുത്ത് കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്, എടി ഞാൻ കഞ്ഞി കുടിച്ചാൽ നീ കുടിക്കും, ഞാൻ ബിരിയാണി കഴിച്ചാൽ നീ കഴിക്കുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാണ് ഈ 30 ദിവസത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കഞ്ഞിയാണ് കുടിക്കണേന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പണ്ട് ഈ വാഗ്ദാനം കൊടുക്കണതിന് ഏറ്റവും പുളപ്പലായിട്ട് കൊടുത്ത് നെടുമുടി വെച്ച വേണുചേട്ടനാണ്. കാവേരി കഥയിൽ ഒരു വാഴാനൊരു കൊട്ടാരം, കബനി നദിക്കരയിൽ കളിക്കാനൊരു പൂന്തോട്ടം, കുളിക്കാനൊരു പൂഞ്ചോല, പാടൂല എന്ന് പറഞ്ഞത് കേട്ട് ഈ കാമുകി ഇതും വിശ്വസിച്ച് കൂടെ ചെന്നപ്പോഴേ അവിടെ ടാർപ്പ വിരിച്ച ഒരു കുടിലും അങ്ങേരെ എന്റെ കയ്യിൽ കീറി വെച്ച ഒരു കുളിമുറിയും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചോ പോകരുത്. അപ്പൊ ഈ മുട്ടേന്ന് വിരിഞ്ഞ സമയത്ത്, കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ, അപ്പൊ എനിക്ക് എന്റെ അന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ സ്കൂളിലെ സീനിയർ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പ്രണയം ബോംബ് വെച്ച് തട്ടിക്കലായിരുന്നു എന്റെ പരിപാടി. ഏതാണ്ട് ഒരു ജാതിക്കാത്തോട്ടം പോലൊരു പ്രണയം എന്റെ മാപ്പിളയ്ക്ക് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പ്രണയിനി എന്ന് പറയുന്നത് ഏതാണ്ട് മറ്റേ വെട്ട സിനിമയിലെ നായികയെ പോലെ ഒരു ഈർക്കലിക്കും പെണ്ണായിരുന്നു. ഈ സമയത്ത് ഏതാണ്ട് താറാക്കോഴി നടന്നു വരണ പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി വന്ന ഒരു കൊമരിയെ കണ്ണിറക്ക് കാണിച്ച ഈ ചേട്ടന് എന്തറിയാ ഇത്, ഞാൻ ഈ പ്രണയം വെട്ടാത്തി കണ്ട് വെളിച്ചു വെട്ടി അടിക്കും. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അത് എങ്ങനെയാണ്? അന്ന് എനിക്ക് സ്കൂളിൽ പനിയായിരുന്നു കേട്ടാ. ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞ് 10 സീല റെൻസിയെ വിളിക്കണം, ഛർദിലാണെന്ന് പറയാൻ പറഞ്ഞു. ഈ പ്യൂൺ എന്തറിയത് ഈ ഒരു കൊച്ചു തുണ്ടില് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് 6 സീല നിറ്റിക്ക് ഛർദില് റെൻസി രമേശിനെ വീട്ടിൽ കൊണ്ടാക്കായി. അപ്പൊ അവിടെ ഇരുന്ന പള്ളികളെല്ലാം കൂടെ പറയടാ, നീയൊക്കെ എപ്പോഴാ ഒപ്പിച്ചെന്ന് പറഞ്ഞ് യവന്മാരങ്ങാട്ട് ചിരിയും തുടങ്ങി. അപ്പോഴേ ഈ ഈർക്കലി കമ്പി അപ്പുറത്തിരിക്കുകയാണ്. പിന്നെ പറയണോ പ്രണയം എപ്പോ പൊട്ടുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഏതാണ്ട് പഴുത്ത ചക്കയുടെ പുറകെ ഈച്ച പറ്റണക്ക് എന്റെ പുറകെ അങ്ങ് കൂടി. ഞാൻ തരീത്, ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മമ്മേരോട് പറഞ്ഞു. അവരെന്തരീത്, അവര് ഹിറ്റ്ലർ മാധവൻകുട്ടി വരണക്ക് റോഡിൽ ഒന്ന് തിരക്കിയിരുന്നു. പക്ഷെ ഇവരെന്തരീത് വാണം വിട്ട പോലെ വേറൊരുത്തൻ്റെ സൈക്കിളിൽ കയറി പോവുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ഞാനും പുള്ളിക്കാരനും മുല്ലവള്ളിയും തേമ്പാവും പോലെ പ്രണയം ഇവിടെ ആയി. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ സ്കൂളിന് പുറത്തു പോയി. എന്റെ ഒരു പുറച്ചിറക്കം അവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനായിരുന്നു പിന്നെ കബൂത്തർ. ഏതാണ്ട് 1.5 വർഷം ഞാനും പുള്ളിക്കാരനും കൂടെ മൈനേ പ്യാർക്കിയ കളിച്ചു. പക്ഷെ എന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ കബൂത്തർ ഈ ലെറ്ററെല്ലാം പൊട്ടിച്ച് വായിക്കണുണ്ടെന്നു. അവസാനത്തെ ലെറ്റർ ഞാൻ പുള്ളിക്കാരനെ എഴുതുമ്പോ അതിൽ ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറഞ്ഞ എനിക്ക് ഒരു വെള്ള പേപ്പറും അതിലൊരു കൊച്ചു തുണ്ടും കൂടെ വെച്ചിരുന്നു. അതിൽ ഞാൻ എഴുതിയിരുന്നു, ഈ വെള്ള പേപ്പർ മെഴുകുതിരി കാണിച്ചാൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഈ കബൂത്തർ അതും വായിച്ച് എവന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തറിയതെന്നറിയാമോ, ചിമ്മിനി കത്തിച്ച് അതിന്റെ മൂട്ടിൽ ഈ പേപ്പർ കത്തിച്ച് എന്തൊരു പറയാ, ഈ പേപ്പർ മൊത്തം കത്തിപ്പോയി. ഈ നിമിഷം വരെ അവ ഈ പേപ്പർ കത്തിയാൽ ഞാൻ എന്റെ അടുത്താ എന്റെ മാപ്പിള എടുത്താ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവ എന്തറിയെന്ന് കേക്കണ്ടേ, ഇവ ഇത് ആരുടെയും പറഞ്ഞെന്ന് മാത്രമല്ല നമ്മൾ 2 പാത്രമാവുകയും ചെയ്ത്. നിങ്ങളൊരു കാര്യം കേൾക്കണം, 2 മണിക്കൂർ എന്റെ ഹീറോ പേനയിലെ മഷി മൊത്തം കഴുകിക്കളഞ്ഞ് ഉള്ളി നീര് മൊത്തം അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് ഞാൻ എഴുതിയ കത്താണ്. അമ്മച്ചിയാണ് ഇത് നാട്ടുകാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു സയന്റിസ്റ്റ് ആയേനെ. പക്ഷേ സയന്റിസ്റ്റ് ആയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ 2 പാത്രവും ആയി. ഏതാണ്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഒരു 10-15 വർഷം ഈ
വേട്ടാവുളിയൻ ഈ എന്റെ മാപ്പിളരോട് ഗൾഫിലുണ്ടായിരുന്നിട്ട് ഒരു പ്രാവശ്യം പോലും ആ മാക്കറിമോർ അങ്ങേരെ അടുത്ത് പറഞ്ഞിട്ടില്ല ആ ലെറ്റർ കത്തിപ്പോയെന്ന്. പാവ എന്റെ ഹസ്സു എക്സ് ആയി, ഡബിൾ എക്സ് ആയി, ട്രിപ്പിൾ എക്സിന് അഡിക്റ്റ് ആയി, പിന്നെ താമരക്കുളത്തിലെ താമരയായി. പക്ഷേ ആദ്യമൊക്കെ ക്ലാസ്മേറ്റിൽ പൃഥ്വിരാജ് ആയിരുന്നെങ്കിലും പിന്നെ എന്റെ തേപ്പും മറ്റേ പ്രവാസി ജീവിതമൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ ഏതാണ്ട് ആടുജീവിതത്തിലെ പൃഥ്വിരാജായിട്ട് മാറി. പക്ഷേ ഞാനും പുള്ളിക്കാരനും പിന്നെ കണ്ടതേ ഇല്ല. ഏതാണ്ട് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങേരെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കണ്, എടി നിനക്കറിഞ്ഞൂടെ മറ്റേ റെൻസി, എടി അവൻ കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കണമെന്ന്. അപ്പൊ നീ അവരുടെ ഒരു ജീവിതം കൊണ്ടടി എന്ന് പറഞ്ഞു. ഞാൻ ഈ കേട്ട മതി കേൾക്കാത്ത മതി എന്തറിയത് പുള്ളിക്കാരന്റെ നമ്പരൊക്കെ തപ്പിപ്പിടിച്ച് പുള്ളിയെ വിളിച്ച് എങ്ങനെയെന്നറിയാമ, എന്റെ സൗണ്ടിലല്ല വേറൊരു പൈല് വിളിക്കണതായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഓർമ്മകളും മറ്റുമൊക്കെ ഉണ്ടാ? അപ്പൊ പുള്ളി അറിഞ്ഞില്ല. പക്ഷെ ഈ പൈലിന് എന്നെ മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരന്റെ നമ്പരൊക്കെ പിടിച്ച് എന്നെ വിളിച്ച് തേച്ചിട്ട് പോയ എന്റെ പണി മൊത്തം ഞാൻ ചെവി കൂടെ കേട്ട്. പക്ഷെ ഞാനാണെങ്കിൽ മദർ തെരേസയായിട്ട് നിന്നു എടുത്തു. പക്ഷേ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നമ്മൾ ഏതാണ്ട് മത്തിക്കറിയും കിഴങ്ങ് പോലെ ആയി. വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഏതാണ്ട് സെറ്റായപ്പോ പുള്ളിക്കാരന് വേറൊരു പ്രപ്പോസൽ. അപ്പൊ നിങ്ങൾക്ക് സഹിക്കുമോ? എനിക്ക് സഹിച്ചില്ല. പക്ഷെ എന്തരി കൊമരി ഗൾഫിൽ മാജിക് കാണിക്കണ പെണ്ണ്. അപ്പൊ ഇവരെന്തായാലും ഓക്കെ പറയാന്ന് വിചാരിച്ച് പെണ്ണിനെ കാണാനായിട്ട് പെണ്ണിന്റെ വീട്ടിൽ എല്ലാരും കൂടെ ചെല്ലുമ്പോ അവിടെ മറ്റേ വിശാലടി ചേട്ടന്റെ കിളി ഉണ്ടായിരുന്നു. ആ കിളിയല്ല പഞ്ചവർണ്ണ തത്ത. ഇതൊക്കെ കണ്ടപ്പോ പുള്ളിക്കാരനൊരു ചാഞ്ചാട്ടം. എങ്ങാനും ഇവള് വല്ല മാജിക് കമ്പനി ഇട്ടാലേ മേശയൊക്കെ ഇട്ടിരുന്ന് എനിക്ക് ഇരിക്കാമല്ലോ. കാരണം എന്തിനാ പൈസകളും മറ്റുമൊക്കെ പിരിക്കാനേ. പക്ഷേ 2ാമത്തെ ദിവസം അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ കുറെ അമ്മാവന്മാരുമായിട്ടാണ് വന്നു. കഴിഞ്ഞ് ഡിജിറ്റൽ സർവേക്ക് വന്ന വില്ലേജ് ഓഫീസർമാരെ പോലെ കണ്ട പെരയിടവും തെങ്ങും കുഴിയും മൊത്തം ഈ അമ്മാവന്മാരെ അളന്നു കുറിച്ചെന്ന് മാത്രമല്ല മറ്റേ ട്രിപ്പിൾ എക്സ് കൂട്ടിയിട്ടിരുന്ന കുപ്പി മൊത്തം കണ്ടുപിടിക്കുകയും ചെയ്ത് 8 നിലയെ ആ കല്യാണം പൊട്ടുകയും ചെയ്ത്. അപ്പൊ പന്ത് ആരെ കോർട്ടിലാ? വീണ്ടും പന്ത് എന്റെ കോർട്ടിലായി. അങ്ങനെ പൊളപ്പനായിട്ട് നമ്മളെ കല്യാണവും കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ 25 വർഷം ചീഞ്ഞു പോയ കാര്യമൊന്നും പുള്ളിക്കാരൻ മറന്നുപോയി. ഞങ്ങൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഒരു കാര്യം, പുള്ളിക്കാരൻ ഏതാണ്ട് 2 വയസ്സ് കുട്ടികളെ പോലെയാണ്. അവർ ലോലിപ്പപ്പ് കഴിക്കുമെങ്കിൽ പുള്ളിക്കാരൻ 555 ഉണ്ടല്ലോ, 555 ആയി കാണും. പണ്ടൊക്കെ ഞാൻ ആ പുള്ളിക്കാരനെ കാണുമ്പോൾ പ്രേമത്തോടെ പാടിയിരുന്നത്, അധരങ്ങൾ ചുംബിക്കും കോടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ. പക്ഷെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോ ഞാനത് തിരുത്തി പാടി, തീവണ്ടിയാം നിങ്ങൾ വലിച്ചു തള്ളുന്നൊരു കുട്ടിയായി ഞാൻ മാറിയെങ്കിൽ. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു ടീച്ചർ കൊച്ചുങ്ങളെ പാട്ട് പഠിക്കണ വീഡിയോ. പുള്ളി ഇത് കണ്ട ഉടനെ വന്നിട്ട് പറയണു, എത്ര നന്നായിട്ടടി ആ ടീച്ചർ കൊച്ചുങ്ങളെ പഠിപ്പിക്കണത്. നോക്കിയപ്പോ നല്ല പൂത്തിരി കത്തി നിൽക്കണം. ഞാൻ ചോദിച്ചു, എന്തരി അടി? അതാ പഴയ ഈർക്കലി കമ്പിയാണ്ടി, കഷ്ടമായിപ്പോയി, അവളെ ഒന്ന് കെട്ടിയാ മതിയായിരുന്നു. ഞാൻ വിടുവോ? എന്റെ മനസ്സിൽ 8 നിലയില് വേടി പൊട്ടി വേറൊരു സാധനം കൂടെ പൊട്ടി, ലഡു. ഞാൻ എന്തായാലും കുത്തിയിരുന്ന് 2 മാസം കൊണ്ട് ആക്ഷൻ സോങ് ഫുള്ള് പഠിച്ചിട്ട് നമ്മൾ 2 കൂടെ ചേർന്ന് ഒരു കിൻഡർ ഗാർഡൻ അങ്ങ് തുടങ്ങി. പുള്ളിക്കാരനെ ഒരു മേശയിട്ട് ഞാൻ അവിടെ ഇരുത്തി. പുള്ളിക്കാരൻ ഇനി എങ്ങും പോകൂലല്ല. അപ്പോൾ സാധാരണ ഈ പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് കൊച്ചുങ്ങളുടെ അടുത്തൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ചിരിക്കുമ്പോഴും കരയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം നിങ്ങൾ നോക്കരുതെന്ന്. അത് പറയുന്നതിനൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കാണ് എനിക്കത് പറഞ്ഞു തരാൻ തോന്നുന്നത്. ഭാവിയിലോ നിങ്ങൾ ചിരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയ ടെക്നിക്ക് പറഞ്ഞുതരാം. അതിനെയാണ് സ്വരാക്ഷര ചിരി എന്ന് പറയണത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെ പറഞ്ഞത് കിൻഡർ ഗാർഡൻ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യ്. ഏതാണ്ട്
ഇതൊക്കെ കണ്ട് പഠിച്ച ജീവിതകാലം മൊത്തം ചിരിക്കാം, അല്ലെങ്കിൽ പാടുപെടും. നന്ദി, നമസ്കാരം. ഞാൻ ആലോചിക്കുമായിരുന്നു ഇന്നത്തെ 2 പെർഫോമൻസ് അല്ല, ഒന്ന് ഇരിങ്ങാലക്കുട സ്ലാങ്ങില്, പിന്നെ കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രം സ്ലാങ്ങില് നമുക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയി പോയിട്ട് രണ്ടും. അതെ അതെ. നിറ്റി ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത് ശരിക്കും? അല്ല, ഞാനിങ്ങനെ അല്ല, നമ്മൾ പെർഫോമൻസിന് വേണ്ടി കുറച്ചൊന്ന് എക്സാജറേറ്റ് പ്രസന്റ് ചെയ്തതല്ലേ? നന്നായിരുന്നു. നിറ്റി നല്ല രസമുള്ള പ്രകടനമായിരുന്നു. നിറ്റിയുടെ പറച്ചിലും കഥകളൊക്കെ ചില സമയത്ത് ഈ രസത്തിനപ്പുറം ചില സമയത്ത് നിറ്റി ഒരു ഇച്ചിരി സ്ട്രെയിൻഡ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നു. നിറ്റിക്ക് ഇപ്പം ഈ കുഴപ്പമില്ല, എന്നാലും ആ കത്തയച്ചതും ആ പെണ്ണിനെ കണ്ടതും നിങ്ങളുടെ സ്കൂളിൽ പോയതും സ്കൂളിലെ പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ സംരംഭത്തിലേയും എന്നൊക്കെ പറയുന്ന സിനിമയിൽ ലാലേട്ടനൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഓർക്കാപ്പുറത്ത് വരുന്ന ചില ക്രിക്കറ്റ് കളിയിൽ അവസാനത്തെ ഓവറിൽ 2 4 അടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവസാനം ആ അക്ഷരമാലയുടെ ചിരിയിലൊക്കെ അതിനെ കൊണ്ട് കെട്ടി ഈ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ചിരിയൊക്കെ വളരെ അതിൽ എന്ത് ചിരിയായിരുന്നു അത് എന്ന് പറഞ്ഞ് ചിരി. അതൊക്കെ വളരെ നല്ല രസമുള്ളൊരു പ്രകടനമായിരുന്നു കേട്ടോ. ഒപ്പം നിറ്റി ഇങ്ങനെ ഇവിടെ വന്ന് പരിപാടി ഇപ്പൊ പറയുന്നതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ആവുന്നത് റിൻസി. തീർച്ചയായും പുള്ളിക്കാരന്റെ സപ്പോർട്ട് മാത്രമാണ്. കാരണം അവിടുത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ ഒരു 100 ഇരട്ടി സ്ട്രെസ്സാ. പുള്ളിക്ക് എന്റെ പണി, പുള്ളി ഒറ്റയ്ക്കാണ്. പുള്ളി ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേറ്റർ ആയിരുന്നു. പുള്ളി ഡേ കെയർ തുടർന്നോടുകൂടി അത് പൂർണ്ണമായിട്ടും വിട്ട് എന്റെ കൂടെ. ആക്ഷൻ സോങ് പഠിച്ച് കിൻഡർ ഗാർഡൻ ശരിക്കും തുടങ്ങിയോ? അയ്യോ, അത് സത്യമാണോ? സത്യമാണ് പറഞ്ഞത്. ഇതെല്ലാം സത്യമാണോ? നിങ്ങൾ ആ റിൻസി ഛർദിച്ചു എന്ന് പറഞ്ഞ കഥയൊന്നും സത്യമൊന്നുമല്ല. അത് സത്യമാണ്. അമ്മച്ചിയാണ് സ്കൂളിൽ പഠിക്കുമ്പോ ഛർദിച്ചു എന്ന് പറഞ്ഞ് മറ്റവനെ വിളിപ്പിക്കാൻ പറഞ്ഞോ? അതൊക്കെ നല്ല പുള്ളിക്കാരന്റെ പുറകെ ശല്യം ചെയ്തോണ്ട് വന്നു. അപ്പൊ നിങ്ങള് മറ്റേ ഉള്ളിയുടെ മഷി വെച്ച് കത്തെഴുതിയത് കാമുകം കൊണ്ട് കൊടുത്തില്ലേ? ഓ, അതുകൊള്ളാം. അത് ചിലരങ്ങനെ. എന്റെ ഒരു കൂട്ടുകാരൻ റിയ എന്ന് പറഞ്ഞൊരുത്തനുമായിട്ട് ഇതായിരുന്നു, പ്രണയമായിരുന്നു. അപ്പം പച്ച കുത്തി കയ്യില് റിയ എന്ന് പച്ച കുത്തി അവള് പറ്റിച്ച് ഫുൾ കൈയിട്ട് കുറെ നാള് നടന്നത് മായ്ക്കാൻ വലിയ തൊല്ലാണ്. പിന്നെ ഇവൻ ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവൻ ബിരിയാണി ഹട്ട് എന്നാക്കിയിട്ട് ആ റിയ നടുക്കാക്കിയിട്ട് ബിരിയാണി എന്നാക്കിയത്. റിയ നടുക്ക് വരത്തക്ക രീതിയിൽ കയ്യില് ബിരിയാണി എന്ന് വച്ച കുത്തി നടക്കുകയാണ്. റിയ നടുക്ക് കിടപ്പുണ്ട് പഴയത് ഇപ്പോഴും. പുള്ളിയെടുത്ത് വളരെ രസമായി കേട്ടോ, സൂപ്പറായി. നിറ്റി നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നിറ്റിയുടെ. ആസ് യൂഷ്വൽ നിറ്റി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും നിറ്റിയുടേതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലൂടെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ പറയുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു നിറ്റി അനുഭവിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് പറയണത്. അല്ലെങ്കിൽ ഇത്രയും എഫക്റ്റോടുകൂടി പറയാൻ പറ്റുന്ന തോന്നിയിട്ടില്ല. പിന്നെ വിഷു പറഞ്ഞ പോലെ ലാസ്റ്റിലെ ആ ഒരു ചിരി, ടെയിലന്റ് വാസ് ദ ബെസ്റ്റ് എന്ന് പറയില്ലേ, അത് അങ്ങനെയാണോ പഠിപ്പിക്കണേ കുട്ടികളെ അവിടെ? അത് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ആണോ? സ്വരാക്ഷര ചിരി അങ്ങനെയാ പേര് അതിന്? അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ സ്ലാങ് ഒക്കെ ഇങ്ങനെ നാക്കിന് കട്ടി കൂടുക അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോ കുട്ടികൾക്ക് ഇത് എളുപ്പമായിട്ട് വരും അല്ലേ? അപ്പൊ ഇത് ഒരു സിലബസിൽ ഉള്ളതാണോ അതോ നിറ്റി ആയിട്ട്? ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടെ. അപ്പൊ തെറാപ്പി ബേസ് അങ്ങനെ ഒരു രീതിയിൽ ഞാനിത് കൊടുക്കുന്ന സാധനമാണ്. അങ്ങനെ തന്നെ പോട്ടെ. നല്ല രീതിയിൽ ഇനിയും നിറ്റിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നിറ്റിക്ക് ഞാനൊരു പാട്ട് തുടങ്ങി കിൻഡർ ഗാർഡനിലേക്ക് പഠിപ്പിച്ചു തരാം. പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്. കൊല്ലരുത്. ഇല്ല, ഇത് തന്നെ മരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇഞ്ചി ഉണങ്ങിയാൽ ചുക്ക്, ഈരഞ്ച് കൂടിയാൽ 10. ഇഞ്ചി ഉണങ്ങിയാൽ ചുക്ക്, ഈരഞ്ച് കൂടിയാൽ 10. 10-ൽ നിന്നും 1 അങ്ങ് പോയാൽ 9 നവഗ്രഹങ്ങൾ. 9-ൽ നിന്നും 1 പോയാൽ 8 അഷ്ടവസുക്കൾ. 8-ൽ നിന്നും 1 പോയാൽ 7 മഴവില്ലിൻ കളറ്. 7-ൽ നിന്നും 1 പോയാൽ 6 ഈച്ചയ്ക്ക് കാല്. 6-ൽ നിന്നും 1 പോയാൽ 5 പഞ്ചാത്ഭുതങ്ങൾ. 5-ൽ നിന്നും 1 പോയാൽ 4 മേശയ്ക്ക് കാല്. 4-ൽ നിന്നും 1 പോയാൽ 3 തേങ്ങയ്ക്ക് കണ്ണ്. 3-ൽ നിന്നും 1 പോയാൽ 2 മനുഷ്യർക്ക് കാല്. 2-ൽ നിന്നും 1 പോയാൽ 1 കിണ്ടിക്ക് വാല്. 1-ൽ നിന്നും 1 പോയാൽ ഇല്ലല്ലോ അട്ടയ്ക്ക് കണ്ണ്. തീർച്ചയായും ഞാനിത് പഠിച്ച് ഉടനെ തന്നെ കൊടുത്തിരിക്കും. താങ്ക് യു താത്ത. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച് നിറ്റി. പെർഫോമൻസ് ഗംഭീരമായി. മാർക്സ് കുറച്ച് അറിയാം. ഓൾ ദി ബെസ്റ്റ്.